കുഞ്ഞു വാക്ക് പഠിക്കാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്താവാം? നമ്മൾ പറയുന്ന വാക്കുകൾ കുറവായതുകൊണ്ടാണോ? അല്ല. ബട്ട് വി വെർ നോട്ട് പ്രെഡിക്റ്റബിൾ. നമ്മൾ ഒരു ദിവസം ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ടാവാം. ഉദാഹരണത്തിന് എടുക്കെന്ന് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടും എടുക്കെന്ന് പറയുമ്പോൾ കുഞ്ഞു കൈ പൊക്കി നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുകയും നമ്മൾ പറയുന്നതെല്ലാം റെക്കോർഡിക്കലി കീപ്പ് ചെയ്യുക. നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഒരു റെക്കോർഡറല്ല, ഇൻസ്റ്റെഡ് അതൊരു പ്രഡിക്ഷൻ മെഷീനാണ്. മേ ബി ആ ടേം അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ബേബീസ് ഡോണ്ട് ലേൺ വാട്ട് ഹാപ്പൻസ് ടുഗെദർ ബട്ട് ദേ ലേൺ വാട്ട് പ്രെഡിക്ട്സ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. ഇതിനെ നമ്മൾ കണ്ടിജൻസി എന്ന് പറയും. അതായത് ഒരു സൗണ്ടോ ഒരു വേർഡോ ഒരു ആക്ഷനെയോ ഒരു മൂവ്മെൻറ്റിനെയോ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. നമ്മുടെ ഐസക് ന്യൂട്ടൺ പറയുന്ന പോലെ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉള്ള പോലെ നമുക്ക് മൂവ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു സൗണ്ടിനെയോ വോക്കലൈസേഷനെയോ ഒരു മൂവ്മെൻ്റായിട്ട് പെയർ ചെയ്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ് നല്ലപോലെ നമുക്ക് എൻഹാൻസ് ചെയ്യാനൊക്കെ സാധിക്കും. സോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമുക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണം, മീനിങ് ഫുൾ ആയിട്ടുള്ള കണക്ഷൻ വേണം, ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം, വേർഡ് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല, കോആർട്ടിക്കുലേഷൻ നമ്മൾ നല്ലപോലെ നോക്കണം, പിന്നെ മദറി സ്റ്റോക്കിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം വിത്ത് പെയറിങ് ഈ വേർഡിനെ മൂവ്മെൻറ്റുമായിട്ട് നമ്മൾ പെയർ ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിനിൽ പുതിയ സ്പീച്ച് പാറ്റേൺ ഉണ്ടാവുകയും അവർക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള കണ്ടീജൻറ്റ് ക്യൂസ് കിട്ടിക്കഴിയുമ്പം അവർക്ക് ഈ മദറി സ്റ്റോക്സിലൂടെ തന്നെ അവർക്ക് റെസ്പോൺസീവ് ആയിട്ടുള്ള ഈ ക്യൂസ് എല്ലാം കിട്ടിക്കഴിയുമ്പം ഒരു എന്താ പറയുക മെച്ചുവേർഡ് സ്പീച്ച് ലൈക്ക് സൗണ്ട്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടു ഒരു 8 മാസം പ്രായമാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ബ ബ ബ ദ ദ ദ അല്ലെങ്കിൽ റീഡ്യൂപ്ലിക്കേറ്റഡ് ബാബ്ലിംഗ് ഒക്കെ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ആ സിലബിൾ സീക്വൻസ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അത്ര മനോഹരമായിട്ടാണ് അവരത് കോആർട്ടിക്കുലേറ്റ് ചെയ്ത് സീക്വൻസ് മൂവ്മെൻറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ടൈമിൽ തന്നെ അവർ റെസ്പോൺസീവ് ആയിട്ടുള്ള ക്യൂസും എല്ലാം നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇങ്ങനെ സ്പീച്ച് ലൈക്ക് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ആ സിലബിളിലൂടെ വേർഡ്സിലേക്ക് എത്താനും അവർക്ക് സാധിക്കും. സോ വേർഡിനെ മൂവ്മെൻറ്റോട്ട് പെയർ ചെയ്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ക്യാരി ചെയ്യുമ്പോൾ കുഞ്ഞ് ആ ഒരു മൂവ്മെൻറ്റിനെ ആ ഒരു വേർഡിനെ ആ ഒരു മൂവ്മെൻറ്റായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആം ഐ ക്രിയേറ്റിംഗ് എ പ്രെഡിക്റ്റബിൾ വേർഡ് മൈ ചൈൽഡ് ക്യാൻ ഡീകോഡ്. സോ ഈ ഒരു സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻ്റർലി ചേഞ്ച് ദ വേ വി ടോക്സ് ടു അവർ ബേബി. ഓക്കെ.